Hi students, welcome to Civil Devs PSC. ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ലെറ്ററിംഗ് എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഓക്കെ, ലെറ്ററിംഗ് എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് മുന്നേ നമ്മൾ ലൈൻസിൻ്റെയും അതുപോലെ തന്നെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെയും വീഡിയോസ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് പോയി നിങ്ങൾക്ക് ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ലെറ്ററിംഗ് എന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്ററിങ്ങിൻ്റെ IS കോഡ് എന്താണ്? IS കോഡാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും IS കോഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്ററിങ്ങിൻ്റെ IS കോഡ് എത്രയാണ്? IS 9609-1983 ആണ്. ഓക്കെ, എന്താണ് ലെറ്ററിങ്ങിൻ്റെ IS കോഡ് എത്രയാണ്? IS 9609-1983 ആണ് ലെറ്ററിങ്ങിൻ്റെ IS കോഡ്. ഓക്കെ, ഇനി ഈ ലെറ്റേഴ്സിന് നമ്മൾ പ്രധാനമായിട്ടും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അതായത് ഇതിപ്പോൾ A എന്നൊരു ലെറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഈ ഹൈറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ലെറ്ററിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് സൈസ് ഓഫ് ലെറ്റർ ഡെസിഗ്നേറ്റഡ് ബൈ ഇറ്റ്സ് ഹൈറ്റ്. അതിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും അതായത് ഒരു ബേസ് ഡയമെൻഷനായിട്ട് നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിൻ്റെ സൈസാണ് എടുക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിൻ്റെ സൈസാണ്, അതായത് ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ഹൈറ്റാണ് നമ്മളൊരു ബേസ് ഡയമെൻഷനായിട്ട് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ലെറ്ററിങ് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഉണ്ട്. ഓക്കേടാ, ലെറ്ററിങ് പ്രധാനമായിട്ടും എത്ര ടൈപ്സ് ഉണ്ടടാ? 2 ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് ഉണ്ട്, ഡബിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് ഉണ്ട്. ഡബിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഗോത്തിക് ലെറ്ററിംഗ്. ഓക്കെ, ഗോത്തിക് ലെറ്ററിംഗ്. അപ്പോൾ എത്ര ടൈപ്സ് ലെറ്ററിംഗ് ഉണ്ടടാ? 2 ടൈപ്സ് ലെറ്ററിംഗ് ഉണ്ട്. ഏതൊക്കെയാണ്? സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് ഉണ്ട്, ഡബിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് ഉണ്ട്. ഡബിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൻ്റെ അതർ നെയിമാണ് ഗോത്തിക് ലെറ്റർ. ഓക്കെ, നമുക്കിനി സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിനെ പറ്റി പഠിക്കാം. ഈ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിൻ്റെ തിക്നെസ് പറയുന്നത് തിക്നെസ് ഓഫ് സ്റ്റെം ഈക്വൽ ടു തിക്നെസ് ഓഫ് നിബ് ഓഫ് പെൻസിൽ ഓർ പെൻ. അതായത് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ ലൈനിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലൈൻ വരയ്ക്കാൻ ഉപയോഗിച്ച പെൻസിലോ പേനയോ അതെന്തോ ആയിക്കോട്ടെ. പെൻസിലാണെങ്കിൽ പെൻസിലിൻ്റെ നിബില്ലേ, ആ നിബിൻ്റെ തിക്നെസ് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇതൊരു ലൈനാണെങ്കിൽ ഈ ലൈൻ്റെ ഇത്രയും പോർഷൻ ആയിരിക്കും അതിൻ്റെ സ്റ്റെം തിക്നെസ് അല്ലെങ്കിൽ നിബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് തിക്നെസ് ഓഫ് സ്റ്റെം ഈക്വൽ ടു തിക്നെസ് ഓഫ് നിബ് ഓഫ് പെൻസിൽ ഓർ പെൻ. അതായത് ഈ ലൈനിൻ്റെ സ്റ്റെം തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലൈൻ വരയ്ക്കാൻ ഉപയോഗിച്ച പെൻസിലിൻ്റെ നിബിൻ്റെ തിക്നെസ് ആയിരിക്കും. ഓക്കെ, പെൻസിലിൻ്റെ നിബിൻ്റെ തിക്നെസ് ആയിരിക്കും ആ ലൈനിൻ്റെ സ്റ്റെം തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി BIS വെച്ചിട്ട് സ്റ്റാൻഡേർഡ് റെക്കമെൻഡഡ് സൈസ് പറയുന്നുണ്ട്, അതായത് ഹൈറ്റ് പറയുന്നുണ്ട്. ലെറ്ററിങ്ങിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ് സൈസ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി BIS വെച്ചിട്ട് സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ചെയ്യുന്ന സൈസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 2.5 mm, 3.5 mm, 5 mm, 7 mm, 10 mm, 14 mm, 20 mm. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൻ്റെ സൈസ് അതായത് ഹൈറ്റ് വരുന്നത് ഏതൊക്കെയാണടാ? 2.5 mm, 3.5 mm, 5 mm, 7 mm, 10 mm, 14 mm, 20 mm. ഓക്കെ, ഇനി നമ്മൾ അതായത് ഈ ഒരു റേഷ്യോ, അതായത് ഈ ഒരു ഹൈറ്റ് പോകുന്നത് പ്രോഗ്രസീവ് റേഷ്യോ ഉണ്ട്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് √2 ആണ്. √2 ആണ് അതിൻ്റെ റേഷ്യോ. അതായത് 2.5 ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3.5 കിട്ടും. അതുപോലെ തന്നെ 3.5 ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 കിട്ടും. അതുപോലെ തന്നെ 5 ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 കിട്ടും. അതുപോലെ 7 ഇൻറ്റു √2 ചെയ്താൽ 10 കിട്ടും. 10 ഇൻറ്റു √2 ചെയ്താൽ 14 കിട്ടും. 14 ഇൻറ്റു √2 ചെയ്താൽ 20 കിട്ടും. ഓക്കെ, ആ സൈസ് എല്ലാം MM-ലാണ് പറയുന്നത്. സോ ആ സ്റ്റാൻഡേർഡ് ഹൈറ്റ് റെക്കമെൻഡഡ് ബൈ BIS ആർ ഇൻ ദ പ്രോഗ്രസീവ് റേഷ്യോ. പ്രോഗ്രസീവ് റേഷ്യോ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? √2 ആണ്. ഓക്കെ, പ്രോഗ്രസീവ് റേഷ്യോ വരുന്നത് എത്രയാണ്? √2 ആണ്. ഓക്കെ, √2 ആണ്. ഇനി നമുക്ക് ഈ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിന് തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ
ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ തിക്നെസ് ടു ഹൈറ്റ് റേഷ്യോ ആണ്. തിക്നെസ്സിൻ്റെയും ഇവിടെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെമ്മിൻ്റെ തിക്നെസ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ തിക്നെസ്സിൻ്റെയും തിക്നെസ് ടു ഹൈറ്റ് റേഷ്യോൻ്റെ ബേസിൽ നമ്മൾ ടൈപ്പ് എ എന്നും ടൈപ്പ് ബി എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ടൈപ്പ് എയിൽ വരുന്നത് നമ്മൾ സ്റ്റെമ്മിൻ്റെ തിക്നെസ് സ്മോൾ ലെറ്റർ ഡി എന്ന് സൂചിപ്പിച്ചാൽ, സ്റ്റെമ്മിൻ്റെ തിക്നെസ് സ്മോൾ ലെറ്റർ ബി എന്ന് സൂചിപ്പിച്ചാൽ സ്മോൾ ലെറ്റർ ഡി എന്ന് സൂചിപ്പിച്ചാൽ ഡി ഈസ് ഈക്വൽ ടു 1/14h എന്ന് വരും. ഓക്കെ, 1/14h എന്ന് വരും. അതായത് ഇതൊരു ലെറ്റർ ആണെങ്കിൽ ഓക്കെ, ഇതിൻ്റെ ഈ ഹൈറ്റിനെയാണ് h എന്ന് പറയുന്നത്. ദെൻ ഈ ലെറ്ററിൻ്റെ ഈ ഒരു തിക്നെസ്സിൽ സ്റ്റെം തിക്നെസ്സിനെയാണ് എന്തോന്ന് പറയുന്നത്? നമ്മൾ ഡി എന്ന സ്മോൾ ഡി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പ് എയിൽ ഡി ഈസ് ഈക്വൽ ടു 1/14 ആണ്, 1/14 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത് അതുപോലെ തന്നെ ടൈപ്പ് ബി ഉണ്ട്. ടൈപ്പ് ബിയിൽ പറയുന്നത് സ്റ്റെം തിക്നെസ് സ്മോൾ ഡി ആണെങ്കിൽ സ്മോൾ ഡി ഈക്വൽ ടു 1/10 ആണ്. ഓക്കെ, 1/10 ആണ്. ഓക്കെ, അതാണ് അവിടുത്തെ കാര്യം, അതായത് ടൈപ്പ് എയും ടൈപ്പ് ബിയും. ഇനി അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അതേതാണെടാ? ബേസ്ഡ് ഓൺ തിക്നെസ് ടു ഹൈറ്റ് റേഷ്യോ ആണ്. ഓക്കെ, എന്താണെടാ? ബേസ്ഡ് ഓൺ തിക്നെസ് ടു ഹൈറ്റ് റേഷ്യോയിൽ 2 ടൈപ്സ് ഉണ്ട്. ടൈപ്പ് എയും ഉണ്ട്, ടൈപ്പ് ബിയും ഉണ്ട്. ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ 1/14 ആണ്. ദെൻ ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ 1/10 ആണ്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ഇൻക്ലിനേഷൻ ഓർ അലൈൻമെൻറ്റ്, ബേസ്ഡ് ഓൺ ഇൻക്ലിനേഷൻ ഓർ അലൈൻമെൻറ്റിൻ്റെ ബേസിലും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ ലെറ്റർ എന്നും ഇൻക്ലൈൻഡ് ലെറ്റർ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ലെറ്റർ എന്നും ഇൻക്ലൈൻഡ് ലെറ്റർ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വെർട്ടിക്കൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊരു ലെറ്റർ ആണെന്നിരിക്കട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു ലെറ്ററാണ്. ഓക്കെ, ഇതൊരു ലെറ്ററാണ്. ഇത് അതിൻ്റെ ബേസ് ലൈനാണ്. ഓക്കെ, ഇതെന്താണെടാ? ബേസ് ലൈനാണ്. ഓക്കെ, അത് ബേസ് ലൈനാണ്. ഇതിൻ്റെ ഈ ആംഗിൾ, അതിൻ്റെ ഈ സ്റ്റെമ്മും ഈ ബേസ് ലൈനും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയാൽ അതിനെയാണ് എന്തോന്ന് പറയുന്നതാ? വെർട്ടിക്കൽ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംഗിൾ, അതായത് സ്റ്റെമ്മും അതുപോലെ തന്നെ സ്റ്റെമ്മും ബേസ് ലൈനും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയാൽ അതിനെ എന്തോന്ന് പറയുന്നു? വെർട്ടിക്കൽ ലെറ്റർ എന്ന് പറയുന്നു. ഈ ബേസ് ലൈന് വേറൊരു പേരൂടെ ഉണ്ട്. ബേസ് ലൈനിൻ്റെ മറ്റൊരു പേരാണ് ലൈൻ ഓഫ് ലെറ്ററിങ് എന്ന് പറയാം. എന്താണെടാ? ലൈൻ ഓഫ് ലെറ്ററിങ്. ഓക്കെ, ലൈൻ ഓഫ് ലെറ്ററിങ് അല്ലെങ്കിൽ ബേസ് ലൈൻ എന്നാണ് ഈ ഒരു ലൈനിൻ്റെ പേര്. ആ ബേസ് ലൈനും ലെറ്ററിൻ്റെ സ്റ്റെമ്മും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയാൽ അതിനെ വെർട്ടിക്കൽ ലെറ്റർ എന്ന് പറയുന്നു. ഇനി ഇത് ബേസ് ലൈനാണ്. ഇൻക്ലൈൻഡ് ലെറ്ററിങ് എന്ന് പറഞ്ഞാൽ ഇത് ബേസ് ലൈനാണ്. ഇതാണ് ലെറ്റർ. ഓക്കെ, ഇതാണ് ലെറ്റർ. ഇവിടെ ഈ ആംഗിൾ, അതായത് സ്റ്റെമ്മും ബേസ് ലൈനും തമ്മിലുള്ള ആംഗിൾ 75 ഡിഗ്രി ആയാൽ അതിനെ എന്തോന്ന് പറയുന്നതാ? ഇൻക്ലൈൻഡ് ലെറ്റർ എന്ന് പറയുന്നു. ഓക്കെ, എന്താണ്? 75 ഡിഗ്രി ആയാൽ അതിനെ ഇൻക്ലൈൻഡ് ലെറ്റർ എന്ന് പറയുന്നു. ഇനി ഇവിടെ ഈ ഒരു വെർട്ടിക്കൽ ലൈനിൽ നിന്നും ഈ ആംഗിൾ 15 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിക്കാം. ഇൻക്ലൈൻഡ് ലെറ്റർ ഹൊറിസോണ്ടലി 75 ഡിഗ്രി എന്ന് പറയാം. വെർട്ടിക്കലി എത്രയാണ്? വെർട്ടിക്കലി 15 ഡിഗ്രി എന്ന് പറയാം. വെർട്ടിക്കലി 15 ഡിഗ്രി ഇൻക്ലിനേഷനാണ് ഇൻക്ലൈൻഡ് ലെറ്റേഴ്സിന് ഉള്ളത്. ഓക്കെ, അവിടെ 2 പോയിന്റ് ഉണ്ട്. ഇൻക്ലൈൻഡ് ലെറ്റർ വെർട്ടിക്കലി എത്ര ആംഗിൾ എന്ന് ചോദിച്ചാൽ എത്രയാണ്? 15 ഡിഗ്രിയാണ്. ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ ലൈൻ ഓഫ് ലെറ്ററിങ് വെച്ചിട്ട് അല്ലെങ്കിൽ ബേസ് ലൈൻ വെച്ചിട്ട് എത്ര ആംഗിളാണ്? 75 ഡിഗ്രി എന്ന് പറയാം. ഇനി ഒരു നമ്മുടെ PSCയിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഈ 75 ഡിഗ്രിക്ക് പകരം 67 ഡിഗ്രി, ഓക്കെ, 67 ഡിഗ്രി 5 മിനിറ്റ് എന്നാണ് കിടന്നത്. ഓക്കെ, ഈ ഒരു വാല്യൂ കൂടെ അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കണം. 75 ഡിഗ്രിക്ക് പകരം 67 ഡിഗ്രി 5 മിനിറ്റ് എന്നാണ് കിടന്നത്. ഓക്കെ, ആ ഒരു വാല്യൂ കൂടെ അവിടെ ഓർമ്മിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് ലെറ്റർ ഓർക്കുക, ഹൊറിസോണ്ടലിൽ നിന്ന് 75 ഡിഗ്രി ഇൻക്ലിനേഷനും വെർട്ടിക്കലിൽ നിന്ന് 15 ഡിഗ്രി ഇൻക്ലിനേഷനുമാണ് ഇൻക്ലൈൻഡ് ലെറ്റേഴ്സിന് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്
ഇപ്പോൾ ഓക്കെ, ഇവിടെ ഞാൻ സിവിൽ എന്ന് എഴുതുകയാണ്. ഓക്കെ, സിവിൽ. സിവിൽ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേരാണ് എന്തോന്നുള്ളത്, സിവിൽ ടിപ്സ്. ഓക്കെ, ഞാനിവിടെ സിവിൽ എന്ന് ക്യാപിറ്റൽ ലെറ്ററിലും ടിപ്സ് എന്നത് സ്മോൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കേണ്ട കാര്യം, ഇവിടെ ലെറ്ററിൻ്റെ ഈ ഒരു എൽ എന്ന ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത്രയാണ് അതിൻ്റെ ഹൈറ്റ് അല്ലേ? ഇത്രയാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. ദെൻ ലോവർ കേസ് ലെറ്റർ ആണെങ്കിലോ, ഇതാണ് ലോവർ കേസ് ലെറ്റർ. ഇപ്പോൾ ലോവർ കേസ് ലെറ്ററിൻ്റെ ഹൈറ്റ് ഇത്രയും പോർഷൻ വരും. ഓക്കെ, ദെൻ അടുത്ത് സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇവിടെ ഇപ്പോൾ സിവിൽ PSC എന്നൂടെ എഴുതുന്നു. ഓക്കെ, സിവിൽ PSC അങ്ങനെ അവിടെ ഉണ്ട്. സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ സിയും ഈ ഐയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ. ഓക്കെ, ഇതാണ് സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ. ഓക്കെ, സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ ആണ് സിയും ഐയും തമ്മിൽ. അതുപോലെ ഐയും വിയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ സിവിൽ PSC എന്നെഴുതിയതിനും ഒരു ബേസ് ലൈൻ ഉണ്ട്, ടിപ്സ് എന്നെഴുതിയതിനും ഒരു ബേസ് ലൈൻ ഉണ്ട്. ഓക്കെ, ഈ ബേസ് ലൈൻ തമ്മിലുള്ള മിനിമം സ്പേസിങ് എത്രയായിരിക്കും? ഇതായിരിക്കും അല്ലേ? ബേസ് ലൈൻ തമ്മിലുള്ള മിനിമം സ്പേസ് എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും, ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ദെൻ അടുത്തതാണ് മിനിമം സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ്. വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിൽ എന്നത് ഒറ്റ വേർഡാണ്, PSC എന്നത് അതർ വേർഡാണ്. അപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ്. ഇനി തിക്നെസ് ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തിക്നെസ് ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെറ്ററിങ്ങിൻ്റെ നമ്മൾ നേരത്തെ ലെറ്ററിങ്ങിൽ പറഞ്ഞ ആ ഒരു സ്റ്റെം തിക്നെസ്സിനെയാണ് തിക്നെസ് ഓഫ് ലൈൻ എന്ന് പറയുന്നത്. ഇനി വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ലെറ്ററിൻ്റെ ഈ വിഡ്ത്തിനെയാണ്, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് വിഡ്ത്ത്. അപ്പം ഇത്രയും ടൈംസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ലെറ്ററിങ്ങിൻ്റെ ഹൈറ്റ്, അതായത് ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ഹൈറ്റിന് ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ഹൈറ്റ്. ദെൻ സ്മോൾ ലെറ്ററിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സ്മോൾ ലെറ്ററിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ദെൻ സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. ഓക്കെ, സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ്. അതായത് രണ്ട് ലെറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ദെൻ മിനിമം സ്പേസിങ് ബിറ്റ്വീൻ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തന്നെയാണ്. ദെൻ മിനിമം സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ സിവിൽ എന്ന വേർഡും PSC എന്ന വേർഡും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? മിനിമം സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ് എന്ന് പറയുന്നത്. ദെൻ തിക്നെസ് ഓഫ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ എടുക്കുന്ന സ്റ്റെം തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലെറ്ററിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു പെൻസിലിൻ്റെ നിബിൻ്റെ തിക്നെസ്സിനായിരിക്കും സ്റ്റെം തിക്നെസ് എന്ന് പറയുന്നത്. ദെൻ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ലെറ്ററിൻ്റെ P എന്ന ലെറ്ററിൻ്റെ ആ ഒരു വിഡ്ത്തിനെയാണ് വിഡ്ത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ടേബിൾ പഠിക്കാനുണ്ട്. ഈ ടേബിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, ആ ടേബിളിലേക്ക് വരാം. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ലെറ്ററിങ് ടൈപ്പ് A, ലെറ്ററിങ് ടൈപ്പ് B, അതുപോലെ തന്നെ ലെറ്ററിങ് ടൈപ്പ് Aയിൽ D = h/14 എന്ന് കൊടുത്തിട്ടുണ്ട്. ലെറ്ററിങ് ടൈപ്പ് Bയിൽ D = 1/, അതായത് h/10 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് വാല്യൂസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ കറക്റ്റായിട്ട് കാണാതെ പഠിക്കേണ്ടതാണ്. ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് വരാൻ ഉള്ള ഒരു ടോപ്പിക് പോർഷനാണ് ഇത്. ഓക്കെ, അത് നമുക്ക് ആദ്യത്തെ നോക്കാം. ഹൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് Aയിൽ 14/14 എന്ന് തന്നെ വരും. ഓക്കെ, 14/14 ഇൻറ്റു h എന്ന് വരും. ഓക്കെ, ഏതാണടാ? 14/14 ഇൻറ്റു h. ഓക്കെ, ദെൻ ടൈപ്പ് Bയിൽ എങ്ങനെ വരും? ടൈപ്പ് Bയിൽ 10/10 ഇൻറ്റു h എന്ന് വരും. 10/10 ഇൻറ്റു h എന്ന് വരും. ഓക്കെ, ഹൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. ഹൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് Aയിൽ 14/14 ഇൻറ്റു h വരും. ടൈപ്പ് Bയിൽ 10/10 ഇൻറ്റു h വരും. ഓക്കെ, ദെൻ അടുത്തത് ഹൈറ്റ് ഓഫ് സ്മോൾ ലെറ്റർ ആണെങ്കിലോ, അല്ലെങ്കിൽ ഈ സ്മോൾ ലെറ്ററിനെ നമുക്ക് ലോവർ കേസ് ലെറ്റർ എന്നും പറയാം. ഓക്കെ, സ്മോൾ ലെറ്ററിനെ നമുക്ക് ലോവർ കേസ് ലെറ്റർ എന്നും പറയാം.
അതിൻ്റെ ടൈപ്പ് എയിൽ, അതായത് ടൈപ്പ് എയിൽ വരുമ്പോൾ 10/14, ഓക്കെ, 10/14 ഇൻറ്റു എച്ച്, 10/14 ഇൻറ്റു എച്ച്. ടൈപ്പ് ബിയിൽ വരുമ്പോൾ 7/10 ഇൻറ്റു എച്ച്, 7/10 ഇൻറ്റു എച്ച്, 7/10 ഇൻറ്റു എച്ച്. ഓക്കെ, ദെൻ അടുത്തതാണ് സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ. സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടറിൽ ടൈപ്പ് എയിൽ വരുമ്പോൾ 2/14, ഓക്കെ, 2/14 ഇൻറ്റു എച്ച്. ടൈപ്പ് ബിയിൽ വരുമ്പോൾ 2/10 ഇൻറ്റു എച്ച്, ഓക്കെ, 2/10 ഇൻറ്റു എച്ച്. അത് പഠിക്കാൻ ഈസിയാണ്. സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ടൈപ്പ് എയിൽ 2/14 ഇൻറ്റു എച്ച്, ടൈപ്പ് ബിയിൽ 2/10 ഇൻറ്റു എച്ച്. ഓക്കെ, അതേതാണ് സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ ആണ്. ദെൻ അടുത്തത് മിനിമം സ്പേസിങ് ബിറ്റ്വീൻ ബേസ് ലൈൻ ആണ്. മിനിമം സ്പേസിങ് ബിറ്റ്വീൻ ബേസ് ലൈൻ ടൈപ്പ് എ വരുമ്പോൾ 20/14 ഇൻറ്റു എച്ച്, 20/14 ഇൻറ്റു എച്ച് ആണ്. മിനിമം സ്പേസിങ് ബിറ്റ്വീൻ ബേസ് ലൈൻ ആണ് പറയുന്നത്. 20/14 ഇൻറ്റു എച്ച് ആണ് ടൈപ്പ് എയിൽ. ടൈപ്പ് ബി വരുമ്പോൾ 14/10, 14/10 ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, 14/10 ഇൻറ്റു എച്ച് ആണ് മിനിമം സ്പേസിങ് ബിറ്റ്വീൻ ബേസ് ലൈൻ. ഇനി അടുത്തത് മിനിമം സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ്. മിനിമം സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ് ടൈപ്പ് എയിൽ വരുമ്പോൾ 6/14 ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, എത്രയാണ്? 6/14 ഇൻറ്റു എച്ച് ആണ്. മിനിമം സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ് ആണ് പറയുന്നത്. 6/14 ഇൻറ്റു എച്ച് ആണ്. ദെൻ ടൈപ്പ് ബിയിൽ എത്രയാണ്? 6/10 ഇൻറ്റു എച്ച്. ഓക്കെ, ടൈപ്പ് ബിയിൽ 6/10 ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ മിനിമം സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ് ഏതാണ്? ടൈപ്പ് എയിൽ 6/14 ഇൻറ്റു എച്ചും ടൈപ്പ് ബിയിൽ 6/10 ഇൻറ്റു എച്ചും. ഓക്കെ, ഇനി അടുത്തതാണ് തിക്നെസ് ഓഫ് ലൈൻ. തിക്നെസ് ഓഫ് ലൈനിൽ ടൈപ്പ് എയിൽ വരുമ്പോൾ 1/14 ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, എത്രയാണടാ? 1/14 ഇൻറ്റു എച്ച് ആണ്. ടൈപ്പ് ബിയിൽ വരുമ്പോൾ 1/10 ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, 1/10 ഇൻറ്റു എച്ച്, 1/10 ഇൻറ്റു എച്ച്. ഇനി വിഡ്ത്ത് ആണെങ്കിൽ ടൈപ്പ് എയിൽ വരുമ്പോൾ 12/14, 12/14 ഇൻറ്റു എച്ച് ആണ്. ടൈപ്പ് ബിയിൽ വരുമ്പോൾ 9/10 ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, 9/10 ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. സിമ്പിൾ പ്രോബ്ലംസ് വരൂടാ. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാവരും എങ്ങനെയെങ്കിലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇനി ആ ഫോർമുല വെച്ചിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ് അടുത്ത് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ ടൈപ്പ് ബി ഹൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ഈസ് 4 mm. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഇൻ mm ഫോർ സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ? ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിലെന്തോന്നൊക്കെയുണ്ട്? ടൈപ്പ് ബി എന്നുണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ഹൈറ്റ് 4 mm എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് MM ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഏതിൻ്റെതാണ്? സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവണം. ഏതൊക്കെയാണ്? ടൈപ്പ് ബി എന്ന് തന്നിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ഹൈറ്റ് 4 mm എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഡയമെൻഷൻ നമ്മൾ MM കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടറിൽ ടൈപ്പ് ബി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ടൈപ്പ് ബിയിലുള്ള ഫോർമുലയാണ് എടുക്കേണ്ടത്. ഓക്കെ, സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടറിൽ ടൈപ്പ് ബിയിലുള്ള ഫോർമുല ഏതാണെടാ? ടൈപ്പ് ബിയിൽ സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടറിൽ ഫോർമുല ഏതാണ്? 2/10 ഇൻറ്റു എച്ച് ആണല്ലേ? 2/10 ഇൻറ്റു എച്ച് ആണ്. നമുക്കിവിടെ ഹെച്ചിൻ്റെ വാല്യൂ, ഹെച്ച് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ഹൈറ്റ് ആണല്ലേ? സോ ഹെച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 mm എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഹെച്ച് ഈസ് ഈക്വൽ ടു 4 mm എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ എന്തായിരിക്കും വരിക? 2/10 ഇൻറ്റു 4 എന്ന് വരും. ഓക്കെ, സോ ഇവിടെ ആൻസർ 0.8 mm എന്ന് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതെന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലെ ടൈപ്പ് എ ആണോ ബി ആണോ തന്നിരിക്കുന്നതെന്ന് നോക്കണം. ടൈപ്പ് എ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഫോർമുല എടുക്കണം. ടൈപ്പ് ബി ആണെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഫോർമുല എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടൈപ്പ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന് ടൈപ്പ് ബിയുടെ ഫോർമുല എന്ന് പറയുന്നത് 2/10 ആണ്. 2/10 ഇൻറ്റു എച്ച് ആണ്. സോ ഹെച്ചിൻ്റെ വാല്യൂ നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 4 mm ആണ്. അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി.
ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻ ടൈപ്പ് എ width of letter is 2 mm. Width of letter is 2 mm. What is the dimension in mm for spacing between words? Okay, spacing between wordsൻ്റെ വേർഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ടൈപ്പ് എ എന്ന് തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് ലെറ്റർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വിഡ്ത്ത് ഓഫ് ലെറ്റർ എത്രയാണ്? 2 mm എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ് ടൈപ്പ് എയിൽ നമുക്ക് ഫോർമുല എന്താണ്? 6/14 h ആണല്ലേ. 6/14 h. അതിൻ്റെ ഇത് ഏതാണ്? സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. 6/14 h ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ ആൻസർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ എന്തെന്നൊക്കെ തന്നിട്ടുണ്ട്? വിഡ്ത്ത് ഓഫ് ടൈപ്പ് എ ലെറ്ററിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ, 2 mm എന്ന് തന്നിട്ടുണ്ട്. ടൈപ്പ് എയുടെ വിഡ്ത്ത് കാണാനുള്ള ഫോർമുല എന്താണ്? ടൈപ്പ് എയിൽ വിഡ്ത്ത് കാണേണ്ട ഫോർമുല എന്താണ്? 12/14 h ആണല്ലേ. 12/14 h ആണ് വിഡ്ത്ത് കാണേണ്ട ഫോർമുല ഏതിൽ? ടൈപ്പ് എയിൽ. ഇതാണ് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 2 mm എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, 12/14 h ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 mm എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനെ എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് ഈ h കണ്ടുപിടിക്കണം. ഈ h കണ്ടുപിടിച്ചാലേ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടത്തുള്ളൂ. സോ ഇതിൽ നിന്ന് എങ്ങനെ h കണ്ടുപിടിക്കാം? നമുക്ക് ഈസിയാണ്. h ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമുക്ക് സിമ്പിളായിട്ട് തന്നെ എഴുതാം. 12h ഈസ് ഈക്വൽ ടു 2 × 14. ഞാൻ ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾക്ക് ഈസി സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, 12h ഈക്വൽ ടു 2 × 14 ആണ്. സോ h ഈസ് ഈക്വൽ ടു 28/12 എന്ന് വരും. അതായത് 14 × 2 28 ആണ്. 28/12 എന്ന് വരും. ഇതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ എത്ര ഇട്ടോടാ? 7/3 എന്ന് വരും. ഓക്കെ, 7/3 ആണ് ഹെച്ചിൻ്റെ വാല്യൂ. അതായത് ഓക്കെ, ഈ 28/12 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 7/3 എന്ന് വരും. ഓക്കെ, ഇനി അപ്പോൾ ഹെച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. സോ നമുക്ക് കാണേണ്ടത് ഏതാണ്? സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ് ആണ് കാണേണ്ടത്. ഇനി ഈ ഹെച്ചിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. സോ അപ്പോൾ എന്ത് എഴുതും? 6/14 × 7/3. ഓക്കെ, എത്ര കിട്ടും? 6 × 7 എത്രയാണ്? 42 ആണ്. അതുപോലെ 14 × 3 എത്രയാണ്? 14 × 3 42 ആണ്. സോ നമുക്കിവിടെ ആൻസർ എത്ര കിട്ടും? 1 mm എന്ന് കിട്ടും. ഓക്കെ, ആൻസർ എത്രയാണ്? 1 mm എന്ന് കിട്ടി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ടൈപ്പ് എ വിഡ്ത്ത് ഓഫ് ലെറ്റർ ഈസ് 2 mm. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഇൻ mm ഫോർ സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ്? ഓക്കെ, സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ് ആണ് നമുക്ക് കാണേണ്ടത്. ക്വസ്റ്റ്യനിൽ ടൈപ്പ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. ടൈപ്പ് എയുടെ വിഡ്ത്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ടൈപ്പ് എയുടെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുല എന്താണെടാ? 12/14 × h. ഓക്കെ, 12/14 × h എന്ന് പറയുന്നത് എത്രയാണ്? 2 mm ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഹെച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. കാരണം എന്താണ്? നമുക്ക് ഫോർ സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ് ആണ് കാണേണ്ടത്. സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സിൻ്റെ ഫോർമുല എന്താണ്? 6/14 × h ആണ്. നമുക്കിവിടെ ഹെച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ നമ്മൾ ഈ ഒരു വാല്യൂസിൽ നിന്ന് നമ്മൾ ഹെച്ചിൻ്റെ വാല്യൂ കാണുന്നു. ഇവിടെ ഹെച്ചിൻ്റെ വാല്യൂ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? 12h ഈസ് ഈക്വൽ ടു 2 × 14 എന്ന് എഴുതാം. സോ h ഈസ് ഈക്വൽ ടു 28/12 എന്ന് എഴുതാം. സോ ഇതിന് വെട്ടി ചെറുതാക്കുമ്പോൾ 7/3 എന്ന് കിട്ടി. സോ ഹെച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 7/3 ആണ്. ഈ ഹെച്ചിൻ്റെ വാല്യൂ നമ്മൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 6/14 × 7/3 എന്ന് വരുന്നു. സോ ഇത് എത്രയാണ്? 42/42 എന്ന് വരുന്നു. സോ ആൻസർ എത്ര വരുന്നു? 1 mm എന്ന് വരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതുപോലുള്ള സിമ്പിൾ പ്രോബ്ലംസ് വരും. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഫോർമുലാസ് എല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വച്ചിരിക്കണം. അത്രയാണ് അപ്പോൾ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൻ്റെ കാര്യത്തിലുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഡബിൾ സ്ട്രോക്ക് ലെറ്ററിങ്. ഓക്കെ, ഈ നമ്മൾ പറഞ്ഞു ലെറ്ററിങ്ങിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് എന്നും ഡബിൾ സ്ട്രോക്ക് ലെറ്ററിങ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിച്ചു.
ദെൻ അടുത്തതാണ് ഡബിൾ സ്ട്രോക്ക് ലെറ്ററിങ്. ഓക്കെ, ഡബിൾ സ്ട്രോക്ക് ലെറ്ററിങ് ഇതിൻ്റെ അതർ നെയിംസ് എന്താണ്? അതർ നെയിംസ് ആണ് ഗോത്തിക് എന്ന് പറയും. ഓക്കെ, ഗോത്തിക് ലെറ്ററിങ് എന്ന് പറയും. ഇവിടെ നമുക്ക് വേറെ ഒന്നുമില്ല പഠിക്കാനായിട്ട്. സൈസ് എന്ന് പറയുന്നത് ഈ ഡബിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? സൈസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ, ഓക്കെ, ഗ്രേറ്റർ ദാൻ 20 mm ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 20 mm ആണ് ഡബിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മിനിമം ഹൈറ്റ് പറയുന്നത് 20 mm ആണ്. ഓക്കെ, മിനിമം ഹൈറ്റ് 20 mm ആണ്. സൈസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? ഹൈറ്റ് തന്നെയാണ്. ഓക്കെ, സോ സൈസ് ഗ്രേറ്റർ ദാൻ 20 mm ആണ്. മിനിമം ഹൈറ്റ് പറയുന്നത് എത്രയാണ്? 20 mm ആണ്. ഓക്കെ, മിനിമം ഹൈറ്റ് എത്രയാണ്? മിനിമം ഹൈറ്റ് 20 mm ആണ്. 20 mm ആണ്. ദെൻ ഇതിൽ നമുക്ക് ഈ ഡബിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൻ്റെ സ്റ്റെം തിക്നെസ് എന്ന് പറയുന്നത്, ഓക്കെ, ഡബിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൻ്റെ സ്റ്റെം തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? 1/5 to 1/10 into h ആണ്. ഓക്കെ, ഇത് ഇങ്ങനെ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ പഠിക്കാനായിട്ടില്ല. ഈ 3 പോയിൻ്റേ ഉള്ളൂ. അതായത് സൈസ് ഗ്രേറ്റർ ദാൻ 20 mm ആണ്, മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 20 mm ആണ്, അതുപോലെ സ്റ്റെമ്മിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1/5 to 1/10 into h ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചെറിയ പോർഷനാണ് റെക്കമെൻഡഡ് സൈസ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറൽസ്. ഇത് ഈ വാല്യൂ ഞാൻ ഈ ടേബിൾ നിമിയുടെ ടെസ്റ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സോ ഇത് നിമിയിലുള്ള വാല്യൂസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡ്രോയിങ് നമ്പർ ഇൻ ടൈറ്റിൽ ബ്ലോക്ക് ആൻഡ് ലെറ്റേഴ്സ് ഡിനോട്ടിങ് കട്ടിംഗ് പ്ലെയിൻ സെക്ഷൻ. ഓക്കെ, ഡ്രോയിങ് നമ്പർ ഇൻ ടൈറ്റിൽ ബ്ലോക്കിലുള്ള ഡ്രോയിങ്ങിൻ്റെ നമ്പരും അതുപോലെ തന്നെ നമ്മൾ കട്ടിംഗ് പ്ലെയിൻ സെക്ഷൻ ഉണ്ടല്ലോ, ആ കട്ടിംഗ് പ്ലെയിൻ സെക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അത് എഴുതുന്ന സൈസാണ് പറയുന്നത്. അത് എഴുതുന്ന സൈസ് എന്ന് പറയുന്നത് 10 to 12 mm ആണ്. 10 മുതൽ 12 mm ആണ്. ദെൻ ടൈറ്റിൽ ഓഫ് ഡ്രോയിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 to 8 mm ആണ്. 6 to 8 mm ആണ്. ദെൻ സബ് ടൈറ്റിൽ ആൻഡ് ഹെഡിങ് അതുപോലുള്ള ഐറ്റംസിന് 3 മുതൽ 6 mm വരെയാണ്. നിമിയിലെ വാല്യൂസ് ആണ് കേട്ടോ ഇത്. 3, 4, 5, 6 3 മുതൽ 6 mm ഹൈറ്റിൽ നമുക്ക് എഴുതാം. ദെൻ അതുപോലെ തന്നെ നോട്ട്സ് സച്ചസ് ലെജൻസ്, ഷെഡ്യൂൾസ്, മെറ്റീരിയൽ ലിസ്റ്റ്, ഡയമെൻഷനിങ്, ഇതൊക്കെ നമ്മൾ 3 മുതൽ 5 mm സൈസിലാണ് എഴുതുന്നത്. 3, 4, 5. ഓക്കെ, 3 മുതൽ 5 mm സൈസിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പല പ്രാവശ്യം ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ടൈറ്റിൽ ഓഫ് ഡ്രോയിങ് എന്ന് പറയുന്നത് മെയിൻ ഹെഡിങ് എന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ, ടൈറ്റിൽ ഓഫ് ഡ്രോയിങ് എന്ന് പറയുന്നത് മെയിൻ ഹെഡിങ് എന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട്. പക്ഷേ PSCയുടെ ആൻസർ ചില ക്വസ്റ്റ്യൻസിൽ 8 മുതൽ 12 എന്നും വരാറുണ്ട്, അതുപോലെ തന്നെ 10 മുതൽ 12 എന്നും വരാറുണ്ട്. ഏതിൻ്റെത്? ഈ മെയിൻ ഹൈറ്റിൻ്റെത്. മെയിൻ ടൈറ്റിലിൻ്റെ സൈസ് നിമിയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 6 to 8 ആണ്. ഇനി ചില PSC ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 8 മുതൽ 12 എന്നും കാണാറുണ്ട്, 10 മുതൽ 12 എന്നും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് PSC ആൻസർ ചൂസ് ചെയ്യുമ്പോഴേക്കും നിമിയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 6 to 8 ആണ്. അല്ലാതെ ഈ 2 ഓപ്ഷനും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ലെറ്ററിന് ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് ഡയമെൻഷനിങ്ങിൻ്റെത് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.